തോൽക്കാത്തവൻ നെടുനായകൻ രണധീരനാടുവാൻ പടയാളിതൻ ചങ്ങാതി ജനമനസിലമരനിവനാ പാടവൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ പറയും നായകൻ തോൽക്കാത്തവൻ പറയും നായകൻ മലരും പുല്ലപ്രവയലാവിൻ കല്ലായി കരളായി നിറയുന്നു നീ നെടുനായകൻ രണധീരനായി അടരാടുവാൻ പടയാളിയായി തൊഴിലാളിതൻ ചങ്ങാതിയായി ജനമനസിലമരനിവനാ വരും നാം പാടവൻ തോക്കിൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ അത്ര ഹരിപ്പാട് നിന്ന് വരുന്നതേ ഉള്ളൂ. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ നമ്മൾ ഇങ്ങോട്ട് പിന്നിട്ട വഴിയിൽ വണ്ടാനത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടപ്പള്ളി ചീപ്പിലാണ്. തോട്ടപ്പള്ളി ചീപ്പിൽ കുറച്ച് മുൻപ് വരെ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മഴയൊന്ന് തോർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട VS-നെ കാണാൻ തോട്ടപ്പള്ളി ചീപ്പിൽ ഒരു ഭാഗത്തായി കാത്തുനിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. ഇവിടേക്ക് വിലാപയാത്രയെത്താൻ ഇനിയും സമയമെടുക്കും. പക്ഷേ കാത്തു നിൽക്കുകയാണ്, ചെങ്കൊടിയേന്തി കാത്തു നിൽക്കുകയാണ്. അതിൽ പല പല മനുഷ്യരുണ്ട്. തോട്ടപ്പള്ളി ചീപ്പ് കടന്ന് ഈ വഴിയെ ആ വിലാപയാത്ര വരാൻ ഇനിയും സമയമെടുക്കും. വിലാപയാത്ര വരാൻ ഇനിയും സമയമെടുക്കും. കുറെ നേരമായി കാത്തിരിക്കാണോ? VS നമുക്കൊരു വികാരമാണല്ലേ? VS-ന് പകരം VS മാത്രമല്ലേ? അതെ, VS എന്ന് പറഞ്ഞാൽ നല്ലൊരു നേതാവായിരുന്നു. നമുക്ക് വലിയൊരു വിഷമമായിരുന്നു. എന്നിട്ടാണ് പോകുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളും കേട്ടിട്ടുള്ളതാണ്.
കർഷകത്തൊഴിലാളിയുടെ കാര്യത്തിനും അല്ലാതെയൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള നല്ല പ്രസംഗമുള്ള മനുഷ്യനാണ്. പ്രശ്നങ്ങളിൽ താങ്ങായി നിന്ന വി എസിനെ ചങ്കേ കരളെ വി എസ് എന്നല്ലാതെ എന്ത് മുദ്രാവാക്യം വിളിച്ചാണ് സ്വീകരിക്കേണ്ടത്? തോട്ടപ്പള്ളി ചീപ്പിൽ ഇപ്പോൾ 2 ഭാഗങ്ങളിലുമായി ആളുകൾ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. ഹരിപ്പാട് പിന്നിട്ട വിലാപയാത്ര ഇവിടേക്ക് എത്താൻ ഇനിയും ഏറെ സമയമെടുക്കും. കരുവാറ്റ കടന്ന് ഇവിടേക്ക് എത്താൻ ഏകദേശം 1 മണിക്കൂറെങ്കിലും എടുക്കും. പക്ഷേ ഇവർ കാത്തു നിൽക്കുകയാണ്. കുറെ നേരമായോ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? കുറേ നേരമായി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. കടലും കായലും കരയും കശുവണ്ടിയും കൈത്തറിയും എല്ലാം കണ്ടറിഞ്ഞിട്ട് അതിന്റെ കാവൽക്കാരനായിരുന്നു ഞങ്ങളുടെ സഖാവ്. കേരളത്തിന്റെ കാവലാളായിരുന്നു. കേരളത്തിന്റെ കാവലാളായിരുന്നു. അധിപനാണ്. കേരളത്തിന്റെ കാവലാളല്ല, അധിപനാണ്. വി എസിന് പലതരം വിശേഷണങ്ങളാണ്. ഞങ്ങളുടെയൊക്കെ ഒരു വികാരമാണ്, ആലപ്പുഴക്കാരുടെ ഒരു വികാരമാണ് വി എസ്. ഞങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിബിംബം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. ഒരിക്കലും മരണമില്ല. വി എസ് ഞങ്ങളിലൂടെ ജീവിക്കും. വി എസ് ഞങ്ങളിലൂടെ ജീവിക്കുമെന്ന് പറയുന്നത് അത് അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ്. കാരണം ആലപ്പുഴയുടെ മണ്ണിൽ ഉദിച്ചുയർന്ന നക്ഷത്രമാണ്. കേരളത്തിന്റെ മലയാളിയുടെ വീരനക്ഷത്രമായി ജ്വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കുകയാണ്.